സർ, കോൺഗ്രസിന് 2 രാഹുലുണ്ട്. ഒരാള് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ മലേഷ്യക്കും സിംഗപ്പൂർക്കും പോകും. ഒരാളാണ് ഗ്യാപ്പ് കിട്ടുന്നിടത്ത് കയറി പണി നടത്തും. ഇതാണ് അവസ്ഥ. അയ്യോ, അതല്ലാണ്ട് ഒന്നും പറയാനില്ല. പച്ചയ്ക്ക് പറയാതെ, ഞാൻ അങ്ങനെ പറയാത്ത ആളാണ്. പക്ഷെ എവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടോ പുള്ളി ആ ഗ്യാപ്പ് നോക്കി നടക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. കാരണം നോക്കൂ, ഒരു വിവാഹിതയായ സ്ത്രീ, ഡിവോഴ്സിയാണ് ആകുന്ന സ്ത്രീ, അതിനെയും വളച്ചെടുത്തിരിക്കുന്നു. ആ വളച്ചെടുത്ത് അവരെന്താണ് ഉദ്ദേശിച്ചത് ആ കാര്യവും നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ആ സ്ത്രീ ഇതിലേക്ക് പരാതിയുമായിട്ടൊക്കെ വരുന്നത്. ഇതിനു മുമ്പും പരാതി ഉണ്ടായിട്ടുണ്ട്, പലതവണ പരാതി ഉണ്ടായിട്ടുണ്ട്. ഇവരിത് പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിസ്സാരക്കാരനോ അല്ലെങ്കിൽ ചില്ലറക്കാരനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരു പക്ഷേ അതായത് തന്നെ തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നയാളും ഇക്കാര്യത്തിൽ ചിലപ്പോൾ അഗ്രഗണ്യനായതുകൊണ്ടാണോ എന്നുള്ളതും അറിയില്ല. കാരണം എനിക്ക് തുടരാൻ വഴികളുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. അപ്പോൾ ഈ രാഹുൽ വിഷയത്തില് ഷാഫി പറമ്പിലും ഇപ്പൊ പറയുന്നു, ഇനി ഞങ്ങൾക്ക് അതിലൊന്നും ഇടപെടാനില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആയിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഷാഫി ഇനി വരുന്ന അന്വേഷണങ്ങൾ എന്ന് പറയുന്നത് ഷാഫിക്കും ഭയം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? അപ്പോൾ ഷാഫി എന്തുകൊണ്ടാണ്, വളരെ അടുത്ത സുഹൃത്തായിരുന്നല്ലോ, ഇവര് ത്രയങ്ങളായിരുന്നല്ലോ, അബിൻ വർക്കി, ഷാഫി, മാങ്കൂട്ടം. ഇതിൽ അബിൻ വർക്കിയും ഇവർ രണ്ടുപേരും കൂടെ തഴയുകയും ചെയ്തതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും അടുത്ത് നിൽക്കുന്ന ഷാഫി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആളെ തഴയുന്നത്? ആദ്യം പറഞ്ഞ വാക്യം, ആ ഇൻട്രോ ഉണ്ടല്ലോ, കമലദളം പോലെ ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു വാക്യമാണ് പറഞ്ഞത്. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഷാഫി പറമ്പിൽ ഒടുവിൽ ഷാഫി പറമ്പിലും കൈവിട്ടിരിക്കുന്നു നമ്മുടെ രാഹുലിനെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ. മറ്റേ രാഹുലിനെ അങ്ങ് വിടുക, നമ്മൾ നീ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ടിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളിനി ആ കാര്യത്തിൽ ഇടപെടുന്നില്ല. ഇനി നിയമത്തിൻ്റെ വഴിക്ക് പൊയ്ക്കോട്ടെ, നിയമത്തിൻ്റെ ആ ചട്ടത്തിലേക്ക് അദ്ദേഹത്തിനെ വിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു സപ്പോർട്ടും ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. രാഷ്ട്രീയമായിട്ടൊരു പിന്തുണയും ഉണ്ടാവില്ലെന്ന് തന്നെയാണ് അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ ആരെങ്കിലും ഒരു പ്രതിയായാൽ, അത് ബലാത്സംഗ കേസിലായിക്കോട്ടെ കൊലക്കേസിലായിക്കോട്ടെ, CPM ദ എൻറ്റയർ മെഷീനറി, എണ്ണയിട്ട യന്ത്രം പോലെ സംരക്ഷിക്കാനുണ്ടാവും. പക്ഷെ കോൺഗ്രസിന് സംബന്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഫിഡ്ലർ ക്രാബിനെ പോലെ ഞണ്ടുകളുടെ കൂട്ടങ്ങളുണ്ടല്ലോ, ഞണ്ടുകളുടെ കൂട്ടങ്ങൾ പോലെ. ഇത് പറയുമ്പോൾ ഒരു കഥയും കൂടെ പറയാം. വിദേശത്തേക്ക് കുറച്ച് ഞണ്ടിനെ, ഇമാതിരി ഞണ്ടിനെ കേരള തീരത്ത് നിന്ന് പിടിച്ച് കയറ്റി അയക്കുകയായിരുന്നു, ടെന്നിലിട്ടുകൊണ്ട്. കപ്പലിലാണല്ലോ കൊണ്ടുപോകുന്നത്, വിദേശത്തെ അമേരിക്കയിലേക്ക്, അന്ന് ചുങ്കം വരുന്നതിന് മുമ്പ്. ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കെ ചില ഞണ്ടുകൾ മെല്ലെ മെല്ലെ മുകളിലേക്ക് വന്നു. ടെന്നിൻ്റെ അടച്ചിട്ടൊന്നുമില്ല, കാരണം അടച്ചു കഴിഞ്ഞാൽ ഇത് എന്താ പറയുന്ന സ്റ്റാഗ്നൻ്റ് ആയി പോകും, സ്മെല്ല് വരും, പിന്നെ കഴിക്കാൻ കൊള്ളില്ല, ചീത്തയായിപ്പോവും. അതുകൊണ്ട് പിന്നെ അത് ഒഴിവാക്കാൻ, നല്ല ശുദ്ധമായിട്ടില്ലെങ്കിൽ അവർ സ്വീകരിക്കത്തുമില്ല, ക്വാളിറ്റി നോക്കും അവർ, ക്വാളിറ്റി കൺട്രോളുണ്ട്. അങ്ങനെ അയച്ചുകൊണ്ടിരിക്കെ ഇത് കണ്ടിട്ട് ഒരാൾ, അതിലുണ്ടായിരുന്ന ഒരാൾ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ അയക്കുന്നത്, ഇതായ കണ്ടില്ലേ ഓരോരോ ഞണ്ടായിട്ട് പുറത്തേക്ക് പോവല്ലേ? ഇല്ല സാറേ, കുഴപ്പമില്ല, ഇത് ശരിക്കും അറിയാവുന്ന കയറ്റുമതിയുടെ ഏജൻറ്റ് പറഞ്ഞു, ഇതെന്താന്ന് വെച്ചാൽ ഇത് കുറേ എണ്ണം മുകളിലോട്ട് ടെന്നിൻ്റെ മുകളിലോട്ട് പോകുന്നതിന് താഴെയുള്ളത് കാല് പിടിച്ച് താഴോട്ട് താഴോട്ടിടും. ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ആരെങ്കിലും ഒരാൾ ഉയരുവാണെങ്കിൽ അവനെ പിടിച്ച് തറയിലോട്ടിടും, ഇവന് മേളിലോട്ട് കയറാൻ. ഇതാ സത്യം പറഞ്ഞാൽ ഇത് തന്നെയാണ് കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരാളിന് അവരുടെ പാർട്ടിക്ക് നല്ല ബൂസ്റ്റ് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഉണ്ടാക്കിയ ഒരാൾ, പിണറായി വിജയൻ എന്ന് പറയുന്ന ഇരട്ടച്ചങ്കനെ ചങ്കോട് ചങ്ക് ചേർന്ന് നിന്ന് എതിർക്കാൻ കഴിവുണ്ടായിരുന്ന ഒരാൾ, ആരുടെ വാക്ചരങ്ങൾക്ക് മുകളിലാണോ പിണറായി ഒന്ന് പതറിയിട്ടുള്ളത്, ആ ആളിനെ ഇപ്പോൾ ബലി കൊടുക്കുകയാണ്. പാർട്ടിയുടെ ലാഭം, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ദൗർബല്യം എന്ന് പറയുക. പക്ഷേ ഇതേ വ്യക്തിപരമായിട്ടുള്ള ദൗർബല്യമുള്ള ശശിമാരുടെ ഒരു സംഘം തന്നെയുള്ള പാർട്ടി, ആ പാർട്ടിയാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ്, അവരുടെ പോലീസാണ്, അവരുടെ സ്വന്തം DYSP പോലും വളരെ അനാശാസ്യ മാർഗങ്ങളിൽ പ്രവർത്തിച്ച ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് അവരെ മുതലാക്കിയ DYSP ഇപ്പോൾ വടകരയിൽ പ്രൊമോഷൻ കിട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ആ പോലീസാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റയർ സിസ്റ്റം ഈസ് സ്പോയിൽഡ്,
എൻ്റെ പാർട്ടി ഓഫ് CPM ഈസ് സ്പോയിൽഡ്. എന്നിട്ട് അവർ വിരൽ ചൂണ്ടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ചെറ്റത്തരമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് രണ്ടാമതൊരു പക്ഷമില്ല, രണ്ടാമതൊരു തരവില്ല. കാരണം ആ ഭാര്യയെയാണ് അദ്ദേഹം പീഡനം ചെയ്തത്. ഭർത്താവുള്ള ഒരാളിനെ ഉറ്റ സുഹൃത്തായിട്ടുള്ള സന്ദീപ് വാര്യർ ഇപ്പോഴും രാഹുലിനോടൊപ്പം ഉണ്ട്. ഇപ്പോഴും കൈവിടാത്ത ഒരേ ഒരാൾ സന്ദീപ് വാര്യരാണെന്ന് തോന്നുന്നു. ആ സന്ദീപ് വാര്യർ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ആ സ്ത്രീയുടെ കല്യാണത്തിന്, ഇപ്പോഴത്തെ അതിജീവിതയായിട്ട് നമ്മൾ അറിയപ്പെടുന്ന ആ സ്ത്രീയുടെ കല്യാണത്തിന് ഗുരുവായൂരിലാണെന്ന് തോന്നുന്നു സന്ദീപ് വാര്യർ പങ്കെടുത്തിട്ടുള്ളതാണ്. ഇന്നുവരെ ആ സ്ത്രീ വിവാഹമോചനം നടത്തിയിട്ടില്ല. ശബ്ദരേഖയിൽ എന്താണ് ആ സ്ത്രീ പറയുന്നത്? അശരീരിയിൽ എന്താണ് ഈ സ്ത്രീ പറയുന്നത്? ഞാൻ ഈ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പേ വിവാഹമോചനം നേടിയിരുന്നു. അത് കളവ്. സന്ദീപ് വാര്യരെ വിശ്വസിക്കണോ ഈ സ്ത്രീയെ വിശ്വസിക്കണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും സ്വന്തം ഭർത്താവിന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്ത്രീയാണ് അവർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഭർത്താവിന് പറയണം ഇതിലേതാണ് സത്യമെന്ന്, എങ്കിലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ മാര്യേജ് രജിസ്റ്റർ പ്രകാരമുള്ള രേഖകൾ പരിശോധിച്ച് മാത്രമേ വിവാഹമോചനം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് സ്ഥിരീകരിക്കാനാവൂ എന്നുള്ള സ്ഥിതിവിശേഷമാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഉദിച്ചുയരുന്ന ഒരു താരമായിരുന്നു നഭസിൽ. കോൺഗ്രസിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ രാഷ്ട്രീയ നഭസിൽ. ആ അദ്ദേഹം തീർച്ചയായിട്ടും ഇതൊരവസരമാക്കി കണ്ടുകൊണ്ട് CPM ഇത് മുതലെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. തെറ്റ് തന്നെയാണ് ചെയ്തു, ചെറ്റത്തരം തന്നെയാണ്, അതിന് മാപ്പ് പറയുക. പ്രായത്തിൻ്റെ ഒരു പക്വതയില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണെന്ന് സ്വയം സമ്മതിക്കുക. തെറ്റായിട്ട് സമ്മതിക്കാതെ. ഇതൊരു പക്വതയില്ലായ്മ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം ഒരു തവണയൊക്കെ സംഭവിക്കുന്നത് പക്വതയില്ലായ്മയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ പറ്റിപ്പോയി എന്ന് പോലും വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് പോലും വേണമെങ്കിൽ പറയാം. കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പോകേണ്ട വഴിയല്ല അത്. പക്ഷെ ഇവിടെ പല കേസുകളായി. ഈ പല കേസുകൾ പല സന്ദർഭങ്ങളിലൊക്കെ ഉയർന്നു കേട്ടെങ്കിലും ആദ്യത്തെ ഒരു കേസ് വന്നു, അത് താഴ്ന്നു പോയി, അതിനുശേഷം അത് ഒതുക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ കേസ് ഉയർന്നു വന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരാള് ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാട് വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന മാങ്കൂട്ടത്തിലല്ല, സത്യത്തിൽ കോഴിക്കൂട്ടത്തിലാണ്. ആ കോഴിക്കൂട്ടത്തിന് ഇങ്ങനെ അഴിച്ചുവിടാൻ പറ്റുമോ എന്നുള്ളത് കോൺഗ്രസും ചിന്തിക്കണം. പിന്നെ ഷാഫി എന്ന് പറയുന്നത് എപ്പോഴും തോളോട് തോൾ ചേർന്ന് നിന്നിട്ടുള്ളത് നമുക്കറിയാം. രാത്രി പോലീസ് പരിശോധന ഉണ്ടായപ്പോൾ പോലും പറയാം, കൊണ്ടുപോയി നടന്നതും നീയേ ചാത്ത, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാത്ത എന്ന് ഇപ്പം നമ്മൾ പറയുന്നത്. കാരണം പാലക്കാട്ട് കൊണ്ടുപോയി MLA ആവണമെന്ന് കൺസിസ്റ്റൻ്റായിട്ട് ആവശ്യപ്പെട്ട വ്യക്തിയാണ് ഈ ഷാഫി പറമ്പിൽ. MLA ആക്കിയത് അദ്ദേഹമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു വലിയ പ്രതിസന്ധിയുടെ പീക്കിൽ നിൽക്കുമ്പോൾ എനിക്കിനി ഒരു കാര്യമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം മാറുകയും ചെയ്യുക. അല്ല, ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിന് സഹായിച്ചു എന്നല്ല പറയുന്നത്. പക്ഷേ ഇത്തരം ഗുരുതരാവസ്ഥയിൽ രാഹുലിനെ ഉപദേശിച്ചുകൊണ്ട് ഞാനീ പറഞ്ഞതുപോലെ ഒരു പരിഹാരം, രാഷ്ട്രീയത്തിനപ്പുറമുള്ള വ്യക്തിപരമായ പരിഹാരത്തിന് ശ്രമിക്കാമായിരുന്നു ഷാഫി പറമ്പിൽ. ഞാൻ ഈ ഇടപെടുകയില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് കട്ട് ഓഫ്. അല്ലേ? ഷാഫിക്കും ഭയപ്പെടാൻ ചിലത് ഉണ്ടാകുമെന്ന് എനിക്ക് ഉണ്ടാകുമെങ്കിൽ ഇപ്പോഴേ വരേണ്ടതല്ലേ ഷാഫി. ഞാൻ ഒരു കാര്യം പറയാം പ്രജിത, ഈ രാഹുൽ മാങ്കൂട്ടത്തിലല്ല CPMൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത്. പിന്നെ ആരാണ്? ഷാഫി പറമ്പിൽ തന്നെയാണ്. വടക്കേ മലബാറിലെ മുസ്ലിം കോട്ടകൾ ഒന്നാകെ ഷാഫി പറമ്പിൽ നിന്ന് കഴിഞ്ഞാൽ പണ്ട് ആര്യാടൻ മുഹമ്മദ് നേടിയതുപോലുള്ള ഒരു പ്രതിച്ഛായ കൊണ്ട് അദ്ദേഹത്തിന് നേടാൻ കഴിയും. CPMന് വലിയ ക്ഷീണം, ആഘാതം, ഷോക്ക് ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരാൾ ശരിക്കും ഷാഫി പറമ്പിൽ തന്നെയാണ്. അവരുടെ ലോസ്റ്റ് ബാസ്റ്റ്യൻ എന്ന് പറയുന്നത് മലബാറാണ്, മലപ്പുറമാണ്. അവിടെയൊക്കെ വലിയ സ്വാധീനം നേടാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല, ഷാഫി പറമ്പിലാണ്. വളർന്നു വരുന്ന ഒരു യുവ നേതാവ് തന്നെയാണ്. ഒരു വലിയ യൂത്ത് ബ്രിഗേഡിൻ്റെ ആളുമാണ്, പരക്ക സമ്മതനുമായിട്ട് ഒരാളുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലല്ല. ഇങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള യാതൊരു സ്റ്റെയിനും കളങ്കവും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ഏറ്റിട്ടുമില്ല. ഇനി പിന്നെ ഞാനീ പറഞ്ഞ വിവാഹത്തിലൂടെയുള്ള ഒരു പാപമോചനം എന്നതിനപ്പുറം വേറൊരു പരിഹാരം കൂടി ഞാൻ പറയാം. അതിത്രയേ ഉള്ളൂ. ഇപ്പോൾ ഷാഫി പറമ്പിലും കൂടി തള്ളിക്കഴിഞ്ഞ സ്ഥിതിക്ക് അതിനു മുമ്പ് ഞാനൊരു കഥയും കൂടെ പറഞ്ഞങ്ങ് നിർത്താം, സമയം കഴിഞ്ഞുവെങ്കിൽ. ഞങ്ങളുടെ നാട്ടിലൊരു CPM നല്ല ശക്തമായ സ്ഥലമാണ്. അവിടെ ഒരാൾ ഇതുപോലെ ഒരു വലിയ മുതലാളിയുടെ മകനാണ്. നമ്മുടെ മുട്ടത്ത് വർക്കിയുടെ കഥയിലൊക്കെ കാണുന്ന പോലെ
ദളിതയായ ഒരു പെൺകുട്ടിയുമായിട്ട് ഇതുപോലൊരു വീഴ്ചയിൽ അങ്ങ് ഏർപ്പെട്ടു. പെൺകുട്ടി ഗർഭിണിയായി, അവിടെ വലിയ സമരിയായി, ചർച്ചയായി, പഞ്ചായത്തായി. അപ്പോൾ പഞ്ചായത്തിൽ വന്നു, ഇപ്പോൾ നടപടി ഉണ്ടാവും പെൺകുട്ടിയൊക്കെ ഇങ്ങനെ ആയതിനെതിരെ. അന്ന് ഇതുപോലെ ശക്തമല്ല നിയമങ്ങളെങ്കിലും അപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ്. അതിന് പാർട്ടി തന്നെ പരിഹാരമായിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ പാർട്ടിയിലേക്ക് വരണം, പാർട്ടിയിൽ പ്രവർത്തിക്കുക, ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇയാളെ പാർട്ടിയിലേക്ക് എടുത്തു. മനസ്സിലായോ? പാർട്ടിയുടെ പ്രവർത്തകനായി, ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയുടെ പ്രവർത്തകനായി ഞങ്ങളുടെ വീടുകളിലും ഒക്കെ വന്നിട്ടുണ്ടല്ലേ. അതോടുകൂടി അയാൾ പാപമോചിതനായി തീർന്നു എന്ന് പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആളെ എല്ലാവരും തെളിഞ്ഞ സ്ഥിതിക്ക് ഇനി CPM-ലേക്ക് പോയാൽ ഇതുപോലെ കുറേ പേരുണ്ടല്ലോ അവിടെ, നിയമസഭയ്ക്ക് അകത്തുമുണ്ടല്ലോ. ആ കൂട്ടത്തിൽ അവർ 2 കൈയും നീട്ടി സ്വാഗതം ചെയ്യും. ഇദ്ദേഹത്തിനെ ജ്ഞാനസ്നാനം ചെയ്യിച്ചിട്ട് എല്ലാ പാപങ്ങളിൽ നിന്നും കഴുകിക്കളയുന്ന ഒരു അലക്കി യന്ത്രമായിട്ട് CPM പ്രവർത്തിക്കും. അങ്ങനെ പറയും, അലക്കി യന്ത്രത്തിൽ വെച്ചിപ്പോൾ അവർ മഹാന്മാരാക്കി വാഴ്ത്തപ്പെട്ടവരാക്കി മാറ്റിയിട്ടുണ്ടല്ലോ. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ചാൻസ് കിട്ടും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി രാഷ്ട്രീയ ഭാവിയുണ്ട്. കോൺഗ്രസിൽ ഇനി ഭാവിയില്ല. അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ഈ തെറ്റ് തിരുത്തും. ഈ 2 വരികൾ മാത്രമേ എന്നുള്ളത് നടക്കുന്ന കാര്യമല്ലല്ലോ. കല്യാണം കഴിക്കുക എന്നുള്ളത് എന്തായാലും നടക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. ഭർത്താവിന്റെ സമ്മതം കൂടെ വേണം. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ സാറ് പറഞ്ഞതിൽ നിന്ന് തോന്നിയത്, ഷാഫിയാണ് ഉന്നമെന്നുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ പാലക്കാട് എങ്ങാനും പോയി ഒടി വെച്ചിട്ടുണ്ടാവോ? ഈ ഒടി വന്ന് ഏറ്റത് രാഹുൽ മാങ്കൂട്ടത്തിനായിരിക്കും. ആയിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഇടയ്ക്ക് മാറിപ്പോയതാണോ? സാധ്യതയുണ്ട്. ഇരുമുടിക്കെട്ടുമായിട്ട് ഇടയ്ക്ക് ഇതിന് ശേഷം സംഭവ പരമ്പരയ്ക്ക് ശേഷം രാഹുൽ ഒന്ന് അവിടെ പോയതാണ്. ഇവിടെ ശബരിമലയിൽ ഒന്ന് പോയതാണ്. ഇത് പറയുമ്പോൾ ഞാൻ പ്രതിതയോട് ഒരു ചോദ്യം ചോദിക്കുക. ഈ രാഹുലിനെ നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഇട്ട് വേട്ടയാടുന്നു. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നില്ല? എന്തുകൊണ്ട് വേട്ടയാടുന്നില്ല? സമാനമായ രീതിയിലല്ലേ അദ്ദേഹം വിദേശയാത്രകൾ നടത്തുന്നത്? സമാനമായ രീതിയിലല്ലേ ബ്ലിറ്റ്സ് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി വെച്ചത്? ഒരു മറുപടിയും പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് മലേഷ്യയിലുണ്ട്, ഒന്നല്ലല്ലോ അദ്ദേഹത്തിന്, 2 രാജ്യങ്ങളിൽ 2 ദിശകളിൽ ഉണ്ടല്ലോ ബന്ധങ്ങൾ എന്നല്ലേ നമുക്ക് ഊഹിക്കാൻ കഴിയുക. അതിനെപ്പറ്റി ഒരു അക്ഷരം അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാണ് ഓരോന്നും കഴിയുമ്പോൾ, SIR-ൻ്റെ സമരം കഴിയുമ്പോൾ, അതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ അങ്ങോട്ട് പോഞ്ഞു പോകുന്നത്? സെക്യൂരിറ്റിയെ പോലും മാറ്റി നിർത്തി. അപ്പോൾ ആ രാഹുലിനെ അനുകരിക്കുകയാണ് ഈ രാഹുൽ എന്ന് നമുക്ക് ചിന്തിച്ചുകൂടെ? അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിനെ കുറ്റക്കാരായിട്ട് ഇവിടുത്തെ VD സതീശനും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഷാഫി പറമ്പിലും ഒക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളെന്നാൽ ആദ്യം വലിയ രാഹുലിനെ തിരുത്തു ആദ്യം. എന്തേ? ആശാൻ പിഴച്ചാൽ ഏത്തമില്ലെന്നല്ലേ? ആശാൻ പിഴച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അതിനെന്താ മറുപടി പറയാത്തത്? പക്ഷേ അത് ഇന്ത്യയിലല്ല പ്രജകളെന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയിൽ അത് കേസെടുക്കാൻ പറ്റുകയില്ല. ഇരകൾ ഇന്ത്യയിലല്ല എന്നുള്ളത്, അതിജീവിതകൾ ഇന്ത്യയിലല്ല എന്നുള്ളൊരു സൗകര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അങ്ങനെ വല്ലതും നോക്കിയാൽ ഈ പ്രശ്നം വല്ലതും വരുമായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.